നല്ലൊരു ഗ്രേവി മുട്ടകറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, 2 ഏലക്ക, 3 ഗ്രാമ്പു ഇട്ടുകൊടുക്കാം. നന്നായി ചൂടാക്കി എടുക്കുക. 3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, ഈ ഒരു രീതിയിൽ സവാള വഴറ്റിക്കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ അവസരത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മസാലകളുടെ ഒക്കെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒരു 2-3 മിനിറ്റോളം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ല പോലെ വഴറ്റുക. ഇനി ഇതിലേക്ക് ആവശ്യമായ 2 കപ്പ് ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർക്കാം. അതുപോലെ തന്നെ അല്പം കറിവേപ്പിലയും കൂടി. കൂടെ തന്നെ ഗ്രേവിയിലേക്ക് ആവശ്യമായ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഗ്രേവി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. ഗ്രേവി ഇപ്പോൾ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടച്ചുവെച്ച് ഒന്നുകൂടെ നന്നായി വറ്റിച്ചെടുക്കാം, മസാല ഒക്കെ നന്നായി പിടിക്കാൻ വേണ്ടി. ഇനി തുറന്നു നോക്കാം. ഗ്രേവിയൊക്കെ പിടിച്ച് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഗ്രേവി മുട്ട കറി റെഡിയായി.